ഇന്ന് MDക്ക് ടാരോട്ടിലെ യൂണിവേഴ്സിന്റെ എനർജി എന്ന് നോക്കാമേ. അപ്പൊ നമുക്ക് ഇതാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത്. ചില കാർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോബ്ലം, അതുകൊണ്ടാണ് സ്പ്രെഡുകൾ നിർത്തിയത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാർഡ് 9 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അപ്പൊ ഈ വ്യക്തി യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വ്യക്തി പലതും ഓർത്ത്, ചിലപ്പോൾ ഫൈനാൻഷ്യൽ സാമ്പത്തികമായ സിറ്റുവേഷൻ ഓർത്തായിരിക്കും, ഇല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഒരു ഇത് ഓർത്തായിരിക്കും. ശരിക്കും ഉറക്കമില്ലാത്ത ഒരു ആങ്സൈറ്റി ഡിപ്രഷൻ ഒക്കെ ഫീൽ ആവുന്നത്, ശരിക്കും ഉറങ്ങുന്നില്ല, എഴുന്നേറ്റിരുന്ന് കരയുന്നു, നല്ലൊരു അന്ധകാരത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് എന്നാണ് ഈ സ്പ്രെഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഒരു നല്ല നാളേക്ക് ഇരുന്നൊക്കെ ഒരു മാറ്റം വന്നൊരു നല്ല നാളെ വരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയിൽ അപ്പൊ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്, 9 ആയുള്ളൂ. അപ്പം കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്. കൂടുതൽ തടസ്സങ്ങളും ഒക്കെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വരും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വ്യക്തി ഇപ്പൊ ഈ 9 ഓഫ് സോഡിന്റെ എനർജിയിലൂടെ പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഒരു നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് ചിലവർക്ക് ആരോഗ്യപരമായിട്ട് ചിലപ്പോൾ സുഖമില്ലാത്തതാകാം, അങ്ങനെ മാനസികമായിട്ട് വല്ല പ്രോബ്ലം, അങ്ങനെയൊക്കെയുള്ള ഒരു വൈകാരികമായ ഒരു കാർഡാണ് ഈ 9 ഓഫ് സോഡിന്റെ കാർഡ്. ഒത്തിരി പ്രോബ്ലംസിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. രണ്ടാമത്തത് നൈറ്റ് ഓഫ് വാൺസ് എന്നാണ്. അപ്പം നൈറ്റ് ഓഫ് വാൺസ് എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സ്പീഡപ്പായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇപ്പോ ഇതുവരെ നമുക്ക് സ്ലോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് സ്പീഡപ്പായിട്ട് നടക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു സ്പീഡ് ഇല്ല എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, ഇനി ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വേഗത കൂടി നിങ്ങളിലേക്ക് വന്നെടുക്കും എന്നാണ് ഈ 9 ഓഫ് വാൺസ് എന്ന എനർജി നമുക്ക് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാർഡ് ദി സൺ ആണ്. ദി സൺ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഒക്കെ പിരിഞ്ഞുപേക്ഷിച്ച് മുന്നോട്ട് ഒരു കുട്ടിയെ പോലെ സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിന്റെ പാസ്റ്റിൽ നിനക്കൊന്നും നല്ലത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിനെയൊക്കെ ഉപേക്ഷിച്ച് കളയൂ, നീ മുന്നിലോട്ട് സഞ്ചരിക്കൂ, നീ ഒരു കുട്ടിയെ പോലെ മുന്നിലോട്ട് സഞ്ചരിക്കൂ, നിന്റെ പാസ്റ്റിനെ കുറിച്ച് നീ ഓർക്കണ്ട, നിനക്ക് നല്ല നാളുകളൊക്കെ ഞാൻ തരുന്നുണ്ട്. അപ്പൊ നീ ഒരു കുട്ടിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ബാഡ് എനർജിയാണ് നമ്മുടെ മൈൻഡിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഗുഡ് എനർജി യൂണിവേഴ്സിൽ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത്, ആ ബാഡ് എനർജി ഒക്കെ നീ റിലീസ് ചെയ്യൂ, ഗുഡ് എനർജികളൊക്കെ കയറി വരട്ടെ, എങ്കിലേ നിന്റെ ഒരു മാറ്റം ഈ ഇതിലൂടെ കാണാൻ സാധിക്കൂ എന്നാണ് ഈ സ്പ്രെഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. നീ പണം അമിതമായി ഓരോരുത്തർക്ക് കൊടുത്ത് സേവ് ചെയ്യാതെ കൊടുക്കുന്ന ഒരു എനർജിയാണ് ഈ 6 ഓഫ് പെന്റക്കിളിലൂടെ നമുക്ക് കാണുന്നത്. പണം അമിതമായിട്ട് ഇങ്ങനെ ലാവിഷ് ചെയ്ത് കളയുന്ന ഒരു എനർജിയെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഇതിലൂടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന്, നീ ഒരാൾക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് തുലനം ചെയ്ത്, അത് സമാനമായിട്ട് നിനക്ക് വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെന്റ് ദാനം ചെയ്യുക, അല്ലാതെ നീ ചുമ്മാ പൈസയെ വേസ്റ്റ് ആക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഇതിലൂടെ പലരിലൂടെയുള്ള എനർജിയാണ്, പലർക്കും ദുർവിനിയോഗങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിലൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് 8 ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. 8 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു പേഴ്സണെയാണ്. എന്നിട്ട് ആ ഹാർഡ് വർക്കിന്റെ ഫലം കിട്ടാനുള്ള സമയങ്ങളൊക്കെ എടുത്തു 8-ലെത്തിയ കാർഡ്. അപ്പം പറയുന്നത് ഒത്തിരിയധികം വർക്ക് ചെയ്ത് വർക്ക്ഹോളിക്കായ ഒരാളെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റെസ്റ്റ് ഇല്ല, എപ്പോഴും വർക്കാണ് മുഖ്യം. അപ്പം നമ്മൾ ഓരോരുത്തരുടെ കംപ്ലൈന്റ് പറയാനുണ്ട്, നിങ്ങൾ ഒത്തിരി എപ്പോഴും അങ്ങ് വർക്ക്ഹോളിക്കാ, എപ്പോഴും ജോലി ചെയ്യുവാണ്, അങ്ങനെ ഒരാളുടെ എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇനിയും പോരാ 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 എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റും എന്ന എനർജിയിൽ പോകുന്ന ഒരാളെ പറ്റിയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം ഈ ഹാർഡ് വർക്ക് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് 3 ഓഫ് സോർഡ്സിന്റെ കാർഡാണ്. 3 ഓഫ് സോർഡ്സിന്റെ കാർഡ് വളരെയധികം മാനസിക വേദന ഉണ്ടാക്കുന്ന ഒരു കാർഡാണ്. അപ്പം ഇതൊരു നെഗറ്റീവ് കാർഡും ആണ്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചിന്തിച്ച്, സാമ്പത്തികമാകാം, ബന്ധങ്ങളെ കുറിച്ചാകാം, ജോലിയെ കുറിച്ചാകാം, ഇതൊക്കെ ഓർത്ത് കരയുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പം ചിലപ്പം
ജോലി സംബന്ധമായ പ്രോബ്ലംസ് ആകാം, നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം ആകാം. എന്തായാലും ആ പ്രോബ്ലങ്ങളൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇതിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പ്രോബ്ലം ഒക്കെ കുറെ നാളത്തേക്ക് പിന്തുടരുന്ന ഒരു എനർജി ആയിട്ട്, എന്ന് പറഞ്ഞാൽ ഇത് 3 എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുമ്പോൾ ഇനിയും കുറെ ഇത് താണ്ടണം. അപ്പൊ കുറച്ചുകൂടിയൊക്കെ പ്രോബ്ലംസ് സഹിച്ച് വേണം ഇത് മുന്നോട്ട് പോകാൻ. അപ്പം യൂണിവേഴ്സ് പറയുന്നത് പിന്നെ കുറച്ചുകൂടൊക്കെ നീ മാറി ചിന്തിക്കണം, ഇതിൽ നിന്ന് മാറി ചിന്തിച്ച് നീ ഒരു പുതിയ വേ കണ്ടെത്തണം, കണ്ടെത്തി മുന്നോട്ട് പോകൂ എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നെങ്കിലേ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയായി നിന്റെ റൂട്ടിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നീ ഈ എനർജിയിലാണെങ്കിൽ നീ എനർജി ഷിഫ്റ്റ് ആവണം. നീ മാറിയെങ്കിൽ മാത്രമേ നിനക്ക് ഇതിൽ നിന്ന് ഒരു മോചനമുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് വന്ന സ്പ്രെഡ് ഇതാണ്. സ്പ്രെഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മീ. അപ്പം റീഡിങ് ഇഷ്ടപ്പെട്ടു എങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.